അത് പിന്നെ എങ്ങനെ പറയാ, വലിയൊരു കഥയാണ്. ചുരുക്കി പറയാനാണെങ്കിൽ മാട്രിമോണിയൽ. സന്തോഷം. നമ്മുടെ കുടുംബത്തെ ആദ്യത്തെ കല്യാണമാണത്. അതെ, അതൊരു വെറൈറ്റി ആക്കണല്ലോ. വെറൈറ്റി ആവുമല്ലോ. ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതിയോ? എന്താ പേര്? കേട്ടോ പറ്റി. ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. എങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാം സോങ് ഒന്ന് വെച്ചുതരാമോ? പിന്നെന്താ, വിത്ത് പ്ലഷർ. ഞാൻ പോകുന്നു. ബൈ ബൈ. എന്താണ് ശ്രീധുലിനെ ഗൗൺ ഇട്ട് ആ താലി കെട്ടുന്ന മൊമെന്റില് ചേട്ടന് തോന്നിയത് എന്താണ്? താലി കെട്ടണതല്ലേ, പഠിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ നോക്കിയപ്പോ അങ്ങോട്ടും അതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് കെട്ടാനായിട്ട് ടെൻഷൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അല്ല, വലിയ പെട്ട പോവാ. സത്യം പറയാലോ, ആദ്യം കൈ അത് നിങ്ങളെ കണ്ടു. ടെൻഷനൊന്നുമില്ല, കാരണം ചേട്ടൻ സേഫാണ്. അതാ, ചേച്ചി അടിപൊളിയാണ്. വളരെ നല്ല അടിപൊളി സ്റ്റോറിയാണ്. നമ്മൾ പ്രൊഫൈൽ നോക്കുമ്പോൾ ഇവിടെ നിർമ്മലാപുരം പള്ളിയിൽ നിന്നാണ് നമ്മൾ അറിഞ്ഞത്. നിർമ്മലാപുരം പള്ളിയിലാണ് എൻ്റെ മമ്മിയുടെ ഗ്രാൻഡ് പാരൻസും ഫാദറും ഒക്കെ അടക്കം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകണ ഒരു പള്ളിയാണ് ഞങ്ങൾ. പിന്നെ ഞാൻ പേഴ്സണലി ഉള്ള ഇൻസ്റ്റാഗ്രാം ഇത് നോക്കിയപ്പോൾ മ്യൂച്വൽ കണ്ടു. എൻ്റെ അനിയ ജോയ്സ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് ഫ്രാൻസിസ് അറിയോ നമുക്ക്? ഒരു ട്യൂഷൻ ടീച്ചറാണല്ലോ എന്ന്. ട്യൂഷൻ ടീച്ചറാ? പെണ്ണ് കാണാൻ വന്നതും പിന്നെ 7 മാസം പോയത് അറിഞ്ഞിട്ടില്ല. Lights flashing before me, time's drifting away. I can read between the lines, but still haven't found the way. ഞങ്ങൾക്ക് ആർക്കും സിംഗിൾ ലൈഫ് ഇഷ്ടമില്ല. കാരണം ഞങ്ങൾ ഡാഡിനെ കാണുന്നത്. ഡാഡി മമ്മിനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ലൈഫാണ് ജീവിക്കുന്നത്. അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ആരും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ലൈഫ് സ്റ്റൈലാണ്. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാനും ഒരു ഫാമിലി നടത്താനും ഞങ്ങൾ ജീവിക്കുന്നത്. ബാച്ചിലർ ലൈഫുള്ള ഞങ്ങൾക്ക് പ്രാധാന്യമില്ല.
ഞാൻ ഭയങ്കര ചെറുതായി പോലെ തോന്നാ. അപ്പൊ വല്ല പൂക്കളെനിക്ക് കിട്ടുമോ ചെവിയിലേക്ക് വയ്ക്കാനായിട്ട്?